പ്രിയപ്പെട്ടവരെ, വളരെ ഭാരം നിറഞ്ഞ ഹൃദയത്തോട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മലയിടിയലിലും ഉരുൾപൊട്ടലിലും 250-ലധികം ആളുകൾ മരിച്ചതായിട്ട് ഇതിനകം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. മരണസംഖ്യ ഇതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും എന്നാണ് പൊതുവേ ഉള്ള സംസാരം. ഇനി ഇത്രമേ ഉള്ളൂ എങ്കിൽ പോലും അത് ചെറിയ ഒരു ദുരന്തമല്ല. ഒരു പ്രദേശം അങ്ങനെ തന്നെ ഈ ഉരുൾപൊട്ടലിൽ ഇല്ലാതായിരിക്കും. വളരെ വളരെ ദൂരെ നിന്നാണ് പല മൃതദേഹങ്ങളും കണ്ടെടുത്തിട്ടുള്ളത്. പല മൃതദേഹങ്ങളും ഇനിയും മണ്ണിൽ, ചെളിയിൽ, പാറകൾക്കിടയിൽ പൂണ്ടുപോയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഗവർണർ അവിടെ എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ഉടനെ എത്തും എന്ന് വിചാരിക്കും. മറ്റു മന്ത്രിമാരുമൊക്കെ വയനാട്ടിലേക്ക് പോയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും അധികം വൈകാതെ എത്തിച്ചേരും. പക്ഷെ ആരൊക്കെ വന്നാലും ആരൊക്കെ തിരിച്ചു പോയാലും ഈ മരിച്ചു പോയവരാരും തിരിച്ചു വരാൻ പോകുന്നില്ല. അവിടെ ഉണ്ടായ സ്വത്ത് നഷ്ടം ഒരു തരത്തിലും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. മരിച്ചവരിൽ വൃദ്ധന്മാരുണ്ട്, മധ്യവയസ്കരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾ വരെയുണ്ട്. അത്ര വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായത്. ഇതിനെ വെറും പ്രകൃതിക്ഷോഭമായിട്ട്, ഉരുൾപൊട്ടലായിട്ട് നമുക്ക് ചുരുക്കി കാണാൻ കഴിയുകയില്ല. ഇത് കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ പ്രകൃതിക്ക് മേലെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ചൂഷണത്തിനുള്ള തിരിച്ചടിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അപ്പോൾ ഈ പ്രകൃതി ദുരന്തം മനുഷ്യനിർമ്മിതമായ ഒരു അപകടമായിട്ട് അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തിയ ഒന്നായിട്ട് വേണം കണക്കാക്കാൻ. കാലാകാലങ്ങളായിട്ട് പശ്ചിമഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള പാറ ഖനനം, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വനനശീകരണം, മണ്ണൊലിപ്പ്, ഇതുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ അടിക്കടി ഉണ്ടാകുന്നത്. 2018-ലുണ്ടായി, 2019-ലുണ്ടായി, കഴിഞ്ഞ വർഷമുണ്ടായി, ഈ വർഷമുണ്ടായി. ഇങ്ങനെ നിരന്തരമായ പാറ ഖനനം കൊണ്ട് പശ്ചിമഘട്ടം തകർന്ന് തരിപ്പണമായിരിക്കും. അതിൻ്റെ പ്രത്യാഘാതം എന്നോണം പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഘട്ടത്തിലാണ് നമ്മൾ ശരീരനായ കോൺഗ്രസ് നേതാവ് പ്രിയപ്പെട്ട പി.ടി. തോമസിനെ അനുസ്മരിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത്. കാരണം അദ്ദേഹമാണ് ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവ്. പാറമടക്കാരോട് പൊതുവെ താല്പര്യമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് കേരളത്തിൽ, അപൂർവമായിട്ടെങ്കിലും ഉണ്ട്. അതിലൊരാൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനാണ്. പിന്നെ ഒരാൾ CPI നേതാവ് ബിനോയ് വിശ്വമാണ്. പക്ഷേ നിർണായക സമയത്ത് ഇവർ രണ്ടുപേരും അതായത് പാർട്ടികളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടായിരിക്കും നിശബ്ദരായിപ്പോയി എന്നുള്ള സത്യമാണ്. രണ്ടുപേരും പരിസ്ഥിതിയോട് വലിയ താല്പര്യമുള്ളവരാണ്. അതുപോലെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിവുള്ള ഒരാൾ VM സുധീരനാണ്. പക്ഷേ നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടില്ല. അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു, പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയുമൊക്കെ ആയിരുന്ന കാലത്താണ് ഏറ്റവും ഭയാനകമായ രീതിയിൽ ഈ പാറപൊട്ടിക്കൽ നടന്നു. അന്ന് ചില മതമൗലികവാദികളുടെ മതമേലധ്യക്ഷന്മാരും ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ ഇതിന് ചൂട്ടുപിടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടുക്കി മെത്രാനായിരുന്ന ആനിക്കുഴിക്കാട്ടിൽ എറണാകുളത്ത് വന്ന് വാജ്യ സ്ക്വയറിൽ പ്രസംഗിച്ച് ഞാൻ എൻ്റെ ചെവിയോട് കേട്ടത്. ഞാൻ അന്നാണ് ഇങ്ങനെ ഒരു ബിഷപ്പ് ഈ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയത്. അദ്ദേഹം പറഞ്ഞ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പായി കഴിഞ്ഞാൽ ഇവിടെ കർഷകർക്ക് മുറ്റത്ത് ചേന നട്ടുപിടിപ്പിക്കാൻ പറ്റുകയില്ല, ചീനി നടാൻ പറ്റുകയില്ല, വീടുകൾക്ക് പച്ച പെയിൻ്റ് അടിക്കേണ്ടതായിട്ട് വരും, ആടിനെയോ പശുവിനോ വളർത്താൻ പറ്റുകയില്ല, ഹൈറേഞ്ചിലെ കുടിയേറ്റക്കാർക്ക്, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കരുത് എന്നാണ്. ഒന്നുകിൽ മെത്രാൻ തിരുമേനിയെ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം കരുതി കൂട്ടി വിശ്വാസികളെ വഞ്ചിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞായിരിക്കും. ഏതാണ് ശരിയെന്ന് നമുക്കറിയില്ല. കാരണം അദ്ദേഹം കാലം ചെയ്തു, ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ കണ്ടു ചോദിക്കാറ്. ഇദ്ദേഹമാണ് ഹൈറേഞ്ചിൽ വലിയ തോതിലുള്ള സമരങ്ങൾക്ക് തിരികൊളുത്തിയത്. അതിനെ തുടർന്നാണ് ഹൈറേഞ്ച് അസ്വസ്ഥമായത്. കുടിയേറ്റക്കാർ മൊത്തം പ്രകോപിതരായി വലിയ വലിയ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ടത്. ആ സന്ദർഭത്തിലാണ് ശ്രീ P.T. തോമസ് ശക്തമായ നിലപാടെടുത്ത് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയാൽ പാറമടക്കാർക്കല്ലാതെ ആർക്കും പ്രത്യേകിച്ച് വലിയ ദോഷമൊന്നും വരാൻ പോകുന്നില്ല, റെഡ് കാറ്റഗറിയിൽപ്പെട്ട വ്യവസായങ്ങൾ മാത്രമാണ് ഇത് വിലക്കുന്നുള്ളൂ എന്ന രഹസ്യം അദ്ദേഹം പുറത്തു പറഞ്ഞു. അതിനെ തുടർന്ന് വലിയ കലാപമുണ്ടായി. തോമസിനെ കുറിച്ച് വലിയ ആക്ഷേപങ്ങളൊക്കെ പള്ളിക്കാരും പട്ടക്കാരും അവരുടെ പാർശ്വവർത്തികളും പാറമടക്കാരും പറഞ്ഞു വരുത്തി. മാർക്സിസ്റ്റുകാരും പറയാൻ വേണ്ട. മണിയാശാനടക്കമുള്ള ആളുകൾ ഈ P.T. തോമസിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞത്
അവർക്ക് ഓർമ്മയില്ലെങ്കിലും നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വരെ ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ ചില വൈദികന്മാർ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട്, മൃതദേഹമല്ല, മൃതദേഹം ഒരു ശവപ്പെട്ടിയിൽ ശവമഞ്ചം ചുവന്നുകൊണ്ട് അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടത്തി. അദ്ദേഹം പക്ഷേ അത് തത്വത്തിൽ നിന്ന് ഒട്ടും വിട്ടുവീഴ്ച ചെയ്തില്ല, പിന്മാറിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2014 പി ടി തോമസിന് കോൺഗ്രസ് പാർട്ടി സീറ്റ് നിഷേധിച്ചു. ആദർശത്തിൻ്റെ അപ്പോസ്റ്റലനായ VM സുധീരനായിരുന്നു KPC പ്രസിഡന്റ്. സുധീരൻ പറഞ്ഞത് അദ്ദേഹം മാത്രം വിചാരിച്ചാൽ സീറ്റ് കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. ഈ പി ടി തോമസിന് സീറ്റ് കൊടുത്താൽ കേരളത്തിലെ മൊത്തം കത്തോലിക്കരും കോൺഗ്രസിനെതിരായിട്ട് UDFനെതിരായിട്ട് വോട്ട് ചെയ്ത് കളയും എന്നൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റ് സ്ഥാനാർത്ഥികളെ രക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ കുരുതി കൊടുത്താണെന്നാണ്. അങ്ങനെ പി ടി തോമസ് ഇടുക്കിയിൽ മത്സരിച്ചില്ല. പി ടിക്ക് പകരം D കുര്യാക്കോസ് മത്സരിച്ചു. എന്നിട്ട് D കുര്യാക്കോസ് ജയിച്ചില്ല. പാറമടക്കാരുടെയും പാതിരിമാരുടെയും ആളായ ഒരു അഭിഭാഷകന് മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. എന്നിട്ട് പാറമടക്കാരുടെയും പാതിരിമാരുടെയും പാർട്ടിക്കാരുടെയും കൂടി വോട്ടുകൊണ്ട് അയാൾ ജയിച്ചു. D കുര്യാക്കോസ് തോറ്റുപോയി. ഇടുക്കി അരമനയിൽ വോട്ട് ചോദിച്ചു തന്ന D കുര്യാക്കോസിനെ മെത്രാൻ ആക്ഷേപിച്ചു വിട്ടു. ആക്ഷേപിക്കുക മാത്രമല്ല, TV കാണുകയും ചെയ്തു. അന്ന് ഈ D കുര്യാക്കോസിന് വേണ്ടി ശബ്ദം ഉയർത്താൻ ഈ നാട്ടിൽ ഒറ്റ കോൺഗ്രസ്സുകാരൻ തയ്യാറായില്ല. ആകെ വന്നിട്ട് പോയിട്ട് VT ബൽറാം മാത്രമാണ് മെത്രാൻ ചെയ്ത് മര്യാദകേടാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ തുടർന്ന് ബൽറാമിനെ കോൺഗ്രസ് പാർട്ടി ശാസിച്ചു. അങ്ങനെ ബൽറാം അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റാൻ നിർബന്ധിതനായി. അന്നും VM സുധീരനാണ് KPC പ്രസിഡന്റ്. ഇതൊക്കെ കഴിഞ്ഞ് എന്ത് സംഭവിച്ചു നമുക്കറിയാവുന്നതുപോലെ 2018 പ്രളയമുണ്ടായി. 19 വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. ഇതാ ഇപ്പോൾ ഇത്ര വലിയ ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. ഇത് മുഴുവൻ ഉണ്ടായത് ഈ പരിസ്ഥിതി നശീകരണം കൊണ്ടാണ്. അനധികൃതമായ അല്ലെങ്കിൽ അനിയന്ത്രിതമായ പാറ ഖനനം കൊണ്ടാണ്. ഇത് പറഞ്ഞാൽ പള്ളിക്കാർ സമ്മതിക്കുകയില്ല. ഇവിടെ എന്താണ് റെമിജിയോസ് എന്ന് പറഞ്ഞ ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു, താമരശ്ശേരി ബിഷപ്പ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അദ്ദേഹവും മറ്റുമൊക്കെയാണ് ഇങ്ങനെയുള്ള സമരത്തിന് വലിയ നേതൃത്വം കൊടുത്ത്. മാനന്തവാടി മെത്രാൻ, തലശ്ശേരി ആർച്ച് ബിഷപ്പ് അന്നത്തെ മാർ വലിയമറ്റം എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മനോരമ പത്രത്തിലൊരു സപ്ലിമെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ഈ സപ്ലിമെൻറ്റിൽ പരസ്യം ചെയ്ത് മുഴുവനും ഉത്തര മലബാറിലെ കുപ്രസിദ്ധരായ പാറമടക്കാരാണ്. സംശയമുള്ളവർക്ക് വേണമെങ്കിൽ പഴയ മനോരമ എടുത്ത് നോക്കാവുന്നതാണ്. എനിക്ക് വലിയമറ്റത്തോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിരോധമായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ ഇങ്ങനെ പാറമടക്കാരുടെ പല്ലിലാളനമേറ്റ് പരമാനന്ദത്തിൽ ആറാടിയ കുറേ മെത്രാന്മാരും അതുപോലെ ഈ പാറമടകളിൽ എന്താണ് ഓഹരി എടുത്തിട്ടുള്ള കുറേ പാർട്ടി നേതാക്കന്മാരുമുണ്ട്. ഇവരുടെ താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ അൻവർ MLA പോലുള്ള ആൾക്കാർ പറയും, എന്താണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി കൊണ്ടാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത്. അല്ലെങ്കിൽ സിതികാജിയെ പോലുള്ള ആൾക്കാർ പറയും അറബിക്കടലിൽ മഴ പെയ്യുന്നത് വനമുണ്ടായിട്ടാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഈ എന്താണ് ബുദ്ധി കൂടുതലുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരാളായിരുന്നു പി ടി തോമസ്. ഇങ്ങനെയുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്ന അദ്ദേഹത്തെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോ ക്ലിപ്പ് പല ഗ്രൂപ്പുകളിലും കാണുകയുണ്ടായി. എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ അത് ഓർത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാധവ ഗാഡ്ഗിലിൻ്റെ വചനങ്ങളും പലരും കോട്ട് ചെയ്യുന്നത് കണ്ടു. ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും നമ്മൾ പി ടി തോമസിനെ ഓർക്കും. ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആളുകളൊക്കെ മറക്കും. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവും. വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽ മരിച്ച എല്ലാ ആളുകളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വേദനയിൽ പങ്കുചേർന്നു. ഒപ്പം പി ടി തോമസിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.